പ്രിയസഖി ഭാഗം 20. അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ ദച്ചു? വല്ലി സ്നേഹത്തോടെ ചോദിച്ചു. അത് കേട്ട് ദച്ചു അവളെ നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖം ദേഷ്യത്തിലാക്കി. വേണ്ട, വരണ്ട. അതെന്താ? നിനക്കിപ്പോ മറ്റു പലരും ഇല്ലേ? ദച്ചു, വല്ലി പിന്നെയും സ്വരത്തിൽ ദേഷ്യം കലരാതെ വിളിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിക്കോ. ദച്ചു വല്ലിയെ വാതിലിനടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അവൾ വാതിലിൽ ആഞ്ഞു മുട്ടി. ദച്ചു, അങ്കിള് വാതിൽ പൂട്ടിയിട്ടേക്കുവാ. ദച്ചു മുറിയിൽ കിടന്ന് അലറി വിളിച്ചു. അത് കേട്ട് പ്രസാദ് വന്നുവെങ്കിലും വല്ലി തുറക്കണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. മാത്രമല്ല ആതിരയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞു. അത് കേട്ട് ദച്ചു വല്ലിയെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിനക്ക് എന്താ വേണ്ടത്? അവളുടെ ദേഷ്യം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ വല്ലി നിന്നു. വല്ലി ശ്വാസം മുട്ടി പിടഞ്ഞിട്ടും ദച്ചുവിനെ നോവിക്കാൻ അവൾക്കായില്ല. പക്ഷെ വല്ലിയുടെ അവസ്ഥ കണ്ട് ദച്ചു പെട്ടെന്ന് പിടിവിട്ടു. പിന്നെ വല്ലിയെ വരിഞ്ഞു ചുറ്റി ചേർത്ത് പിടിച്ചു. കൊച്ചു, കൊച്ചു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ദച്ചുവിന്റെ മുഖത്തായിരുന്നു ശ്വാസം കിട്ടാതെ ചുമയ്ക്കുമ്പോഴും വല്ലി നോക്കിയത്. ദച്ചു വല്ലിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വല്ലിക്കും കരച്ചിൽ വന്നു. ഇതെന്തവസ്ഥയാണ്? പെട്ടെന്ന് ദേഷ്യം വരിക, കരയുക. എന്താണ് ദച്ചുവിന് പറ്റിയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. കരഞ്ഞു തളർന്ന് തന്റെ തോളിൽ തലവെച്ചുറങ്ങിപ്പോയ ദച്ചുവിനെ അവൾ നിലത്ത് കിടത്തി മടിയിലേക്ക് തലവെച്ചു. ഭിത്തിയിൽ ചാരിയിരുന്ന് ആലോചിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു പിടിയുണ്ടായിരുന്നില്ല. ഇച്ചായനെയും ഏട്ടനെയും അറിയിക്കാൻ അവളുടെ മനസ്സ് സമ്മതിച്ചില്ല. എക്സാം തിരക്കിൽ ഇതുകൂടെ ആയാൽ പഠനം അവസാനിപ്പിച്ച് അവരിങ്ങു പോരും. പിന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ഒരു വിലയും ഇല്ലാതാവും. അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പ്രസാദിനെ വിളിച്ച് അവളെ കട്ടിലിൽ കയറ്റി കിടത്തുമ്പോഴും ജാനി ആന്റിയോട് അവളുടെ കൂടെ തന്നെ ഇരിക്കാൻ പറയുമ്പോഴും അവൾ അക്രമാസക്തയായി തന്നെ ഉപദ്രവിച്ചത് വല്ലി മനഃപൂർവ്വം ഒളിച്ചു വെച്ചു. അതിന് പരിഹാരം തേടി വല്ലി സമീപിച്ചത് രാഖിയെയാണ്. അവൾക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. എന്നാലും രാഖിയുടെ ഒരു സൈക്യാട്രിക് കസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി രണ്ടുപേരെയും ഞെട്ടിച്ചു. വല്ലി അങ്ങനെ ആലോചിച്ചതാണെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ദച്ചുവിന്റെ മുറിയിൽ കാണാഞ്ഞതുകൊണ്ട് ആശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ ഉറപ്പിച്ചു പറയുമ്പോൾ അവൾക്ക് ഭയം തോന്നി. ദച്ചു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. തന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. രാഖി പറഞ്ഞ് ജോയൽ നാട്ടിലുള്ള കാര്യം വല്ലി ഓർത്തു. രണ്ടുപേരും അവനെ കാണുവാൻ പോയി. നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ദീക്ഷിത്തിന്റെ അനിയത്തി ഡ്രഗ്സ്? ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ജോയലേട്ടാ, എനിക്കും അറിയില്ല ഇത് സത്യമാണോ എന്ന്. പക്ഷേ സത്യമാണെങ്കിൽ എനിക്ക് അവളെ രക്ഷിക്കണം. ഏട്ടനും ഇച്ചായനും നാട്ടിലില്ല. മാത്രമല്ല അവർക്ക് എക്സാമാണ്. വീട്ടിൽ പറയാൻ വയ്യ. ആതിരയാണോ എന്ന് സംശയമുണ്ട്. ഞാൻ തിരക്കാം വല്ലി. 2 ദിവസത്തിന് ശേഷമാണ് അവർ വീണ്ടും കണ്ടത്. ജോയൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് രാഖി ഞെട്ടി. വല്ലി തകർന്ന പോലെയായി. വല്ലി, ദച്ചുവും ആതിരയും ഇപ്പോൾ പ്രോജക്റ്റിന് കയറിയിരിക്കുന്ന കമ്പനി സാനിയുടെ അങ്കിളിന്റെ ഫ്രണ്ടിന്റെയാണ്. അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ശരിക്കും പ്രോജക്റ്റ് ചെയ്യാൻ വന്നവരല്ല. ആൻഡ് ദേ ആർ ഡ്രഗ് ഡീലേഴ്സ് ടു. ദച്ചുവിന് അവർ അഡിക്റ്റ് ആക്കിയതാണ്. അവരുടെ കയ്യിൽ ഒരുതരം മിഠായി ഉണ്ട്. അത് ദച്ചുവിനും നൽകും. അങ്ങനെയാണവൾ. പക്ഷേ ജോയലേട്ടാ, വൈ ദച്ചു? അവൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത എന്നോടല്ലേ? ആതിര ഇതിന് കൂട്ടു നിൽക്കുവോ? വല്ലി, ദച്ചുവിലൂടെ അവരുടെ ലക്ഷ്യം നീയാണെങ്കിലോ? അതിന് അവളെ എങ്ങനെ? ഓർത്തിട്ട് വല്ലിക്ക് കരച്ചിൽ വന്നു. താൻ കാരണം. വല്ലി, ഇത് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല. എല്ലാം എത്രയും പെട്ടെന്ന് ദീക്ഷിതിനെയും വിന്നിയെയും അറിയിക്കണം. പിന്നെ വീട്ടുകാരെയും. അയ്യോ വേണ്ടേട്ടാ, നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? വല്ലി, പ്രശ്നം ഗുരുതരാണ്. അവരെ അറിയിക്കാതെ മുന്നോട്ട് പോയില്ല. വല്ലി ഏറെ ആലോചിച്ചു. ശരിയാണ്, വീട്ടിലറിയിക്കണം. അവളെ ആശുപത്രിയിൽ കാണിക്കണം. വല്ലി സമ്മതിച്ചു. ജോയൽ എല്ലാം ശരിയാകുമെന്ന് അവളെ ആശ്വസിപ്പിച്ചു. എല്ലാം കണ്ട് രാഖിയും അവരുടെ കൂടെ നിന്നു. കളമശ്ശേരി HMT റോഡിലായിരുന്നു അവർ. അവരോട് യാത്ര പറഞ്ഞ് വല്ലി തിരിച്ചു പോന്നു. വഴിയിൽ വെച്ച് അവളുടെ ഫോൺ റിങ് ചെയ്തു. വണ്ടി ഒതുക്കി ഫോൺ എടുത്ത് നോക്കി. പ്രൈവറ്റ് നമ്പറായിരുന്നു അത്.
വല്ലി ഒരു നിമിഷം സംശയത്തോടെ ഫോണിലേക്ക് നോക്കി. വല്ലി എല്ലാ സത്യവും വീട്ടിലറിയിക്കാൻ പോവുകയായിരിക്കുമല്ലേ? ഫോൺ എടുത്തതും പരിചിതമായ ഒരു സ്ത്രീ ശബ്ദം വല്ലിയുടെ കാതിൽ പതിഞ്ഞു. സാനിയ? അത് ചോദിച്ചതും മറുവശത്ത് ഒരു പൊട്ടിച്ചിരി ഉറക്കെ കേട്ടു. വല്ലിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വരുമ്പോ നിന്റെ മുഖം ചോക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് വല്ലി. വല്ലി പെട്ടെന്ന് ചുറ്റും നോക്കി. ചുറ്റും നോക്കിയാലും നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. തൽക്കാലം ഞാനൊരു കാര്യം പറയാം. നീ വീട്ടിലേക്ക് പോ, എന്നിട്ട് മുറിയിൽ ചെല്ല്. അപ്പോ ഞാൻ നിന്റെ ഫോണിലേക്ക് കുറച്ച് ഫോട്ടോസ് അയക്കാം. എന്നിട്ട് നീ തീരുമാനിക്ക് ആരോടൊക്കെ പറയണമെന്ന്. അതുവരെ നീ പറയില്ലാന്ന് ഞാൻ വിശ്വസിക്കുക. വേഗം പോവാൻ നോക്ക്. കഴുകൻ ചെക്കന്മാരെ ചുറ്റും ഉണ്ട്. പൊയ്ക്കോ. വല്ലി ചുറ്റും നോക്കിയിട്ടും ആരെയും കണ്ടില്ല. അവൾ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. സാനിയ എന്ത് ഫോട്ടോ ആയിരിക്കും അയക്കാൻ പോകുന്നത്? അവളുടെ ഹൃദയം പടപടാ മിടിക്കാൻ തുടങ്ങി. ഏതാണ്ട് ഓട്ട മത്സരത്തിൽ ആദ്യം എത്തണമെന്ന വാശിയോടെ. വീട്ടിലെത്തി മേരി വിളിച്ചിട്ട് നിൽക്കാതെ മുറിയിലേക്ക് ഓടി. ഫോൺ എടുത്ത് നെറ്റ് ഓണാക്കി. ഒരു നിമിഷം കാത്തു നിൽക്കേണ്ടി വന്നു അവൾക്ക്. പിന്നെ ഫോട്ടോസ് വന്നു തുടങ്ങി. അപരിചിതമായ നമ്പർ. ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പ്രസ് ചെയ്തു. ഓരോന്നും തെളിഞ്ഞു വന്നു. ദച്ചുവും മറ്റേ പെണ്ണുങ്ങളും മറൈൻ ഡ്രൈവും ലുലുവിലും ഒക്കെ ഉണ്ട്. ആതിര അവരുടെ കൂടെയില്ല. എല്ലാത്തിലും ദച്ചു എന്തോ വാങ്ങുന്നതും വായിൽ വെക്കുന്നതും ഒക്കെയാണ്. ജോയലേട്ടൻ പറഞ്ഞതുപോലെ ഇവർ ഡ്രഗ് ഡീലേഴ്സ് ആണെങ്കിൽ ദച്ചുവിന്റെ കാര്യം. പക്ഷേ അവൾ ഇതിന് എങ്ങനെ അഡിക്റ്റായെന്ന് മനസ്സിലാകുന്നില്ല. ആലോചിക്കാൻ അധികം സമയം കിട്ടിയില്ല. അതിനു മുൻപ് അവളുടെ ഫോൺ റിങ് ചെയ്തു. അതേ പ്രൈവറ്റ് നമ്പർ തന്നെ. അവൾ ആൻസർ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്തു. കണ്ടല്ലോ അല്ലേ, നിന്റെ കൂട്ടുകാരൻ ജോയൽ പറഞ്ഞതുപോലെ ഇവളുമാര് ഡ്രഗ് ഡീലേഴ്സ് തന്നെയാ. അങ്ങ് ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ. നിന്റെ കൂട്ടുകാരി ദക്ഷിണ അവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് നല്ല അടിപൊളി മുട്ടായി രൂപത്തിലുള്ള ഡ്രഗാണ് മോളെ. ഇതൊക്കെ ഞാൻ പോലീസിന് കൈമാറിയാലുണ്ടല്ലോ. നോ, വല്ലി പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ അറിയാം. എന്നാ പൊന്നുമോള് നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് വാ. നമുക്ക് ബാക്കി അപ്പോ പറയാം. എന്തേ? സമ്മതിക്കാതെ മറ്റു തരമില്ലായിരുന്നു അവൾക്ക്. പിന്നെ ഇതൊക്കെ ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയാൽ? ഇല്ല, പറയില്ല. ഫോൺ മുറിഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ രാഖിയെ വിളിച്ച് സംസാരിച്ചു, ജോയലിനെയും. അവർക്കും എന്ത് ചെയ്യണമെന്നൊരു ഊഹവും ഇല്ല. എന്തായാലും പിറ്റേന്ന് പോയി നോക്കാൻ പറഞ്ഞ് അവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഉച്ചയായപ്പോൾ മേരി വന്ന് വല്ലിയെ കഴിക്കാൻ വിളിച്ചു. അവൾക്ക് തീരെ വിശപ്പ് തോന്നിയില്ല. ഇപ്പോൾ 2 ദിവസമായി കോളേജിൽ പോയിട്ട്. ഈ പ്രശ്നം അറിഞ്ഞതു മുതൽ അവൾ ആകെ പരവശയായിരുന്നു. ദച്ചുവിന്റെ സ്വഭാവമാറ്റം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഇന്ന് കാര്യം അറിഞ്ഞതോടെ നാളെ സാനിയ എന്ത് പറയുമെന്നോർത്ത് അവൾക്ക് ആശങ്ക തോന്നി. ഒരുപക്ഷെ കിച്ചുവേട്ടന്റെ അടുത്ത് നിന്നും അകലാൻ പറയും. സാരയില്ല, ദച്ചുവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. അതെ, കിച്ചു മാത്രമേ അവൾക്ക് മുന്നിലുള്ളൂ. വേറൊന്നും തന്നിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. ഓർക്കുമ്പോൾ സങ്കടം തോന്നി. വയസ്സറിയിച്ച നാൾ മുതലുള്ള പ്രണയം, തന്റെ ജീവശ്വാസം. പക്ഷേ ഒന്നും ദച്ചുവിന് പകരമല്ല. അവൾ സ്വയം പറഞ്ഞു പഠിച്ച് നാളത്തേക്ക് തയ്യാറായി. അതേസമയം 2-3 ദിവസമായി വല്ലിയും ദച്ചുവും ഫോൺ വിളിക്കാത്ത ടെൻഷനിലായിരുന്നു കിച്ചുവും മിന്നിയും. ആസന്നമായ അത്യാപത്ത് എന്തോ ഉണ്ടെന്ന് മനസ്സ് മന്ത്രിച്ചു. ഫോണിലേക്ക് വന്ന മെസ്സേജുകൾ കണ്ട് കിച്ചുവിന് കലി കയറി. ജോയലിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന വല്ലി അവന്റെ തോളിൽ കിടക്കുന്നു. ഇതൊക്കെ ചോദിക്കാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നതുമില്ല. വിന്നി അമ്മയെ വിളിച്ചിട്ടും അവൾ മുറിക്ക് പുറത്തിറങ്ങുന്നില്ല എന്ന മറുപടി കിട്ടി. വിന്നിയും കിച്ചുവും പരസ്പരം നോക്കി. വിന്നിയുടെയും കിച്ചുവിന്റെയും കോളുകൾ കൊണ്ട് ഫോൺ നിറഞ്ഞു. എന്നിട്ടും വല്ലി ഫോണിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവൾ നാളത്തെ കാര്യം മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി മുതൽ കിച്ചു തന്റെ ആരുമല്ല. വാതിലിൽ മുട്ടുകേട്ട് തുടങ്ങി. ഇത്തവണ മേരിക്ക് പകരം ജോണായിരുന്നു. വല്ലിക്ക് വാതിൽ തുറക്കാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. വല്ലിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടിട്ടും പ്രത്യേകം ഭാവമൊന്നും കാണിക്കാതെ പഴയതുപോലെ തന്നെ അവളെ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് കൂട്ടി. ഒന്നും ചോദിക്കേണ്ട എന്ന് മേരിക്ക് സംജ്ഞ നൽകി. മേരിക്ക് അവളെ കണ്ട് സങ്കടം വന്നുവെങ്കിലും ഒന്നും ചോദിക്കാതെ ഭക്ഷണം വിളമ്പി നൽകി. കുറച്ചുനേരം അതിൽ കൈയിട്ടിളക്കി വല്ലി എഴുന്നേറ്റ് കൈ കഴുകി മുറിയിലേക്ക് വന്നു. മേരി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ജോണിന്റെയും കണ്ണുകൾ നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് സാനിയുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വല്ലി. പ്രൈവറ്റ് നമ്പർ ആയതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. ഉച്ചയായപ്പോഴാണ് അവളെ തേടി കോൾ വന്നത്.
ആകെ സ്ഥലവും സമയവും പറഞ്ഞ് കോൾ മുറിഞ്ഞു. മറൈൻ ഡ്രൈവ് 4 മണി. സ്വന്തം വണ്ടിക്കാണ് അവൾ പോയത്. ഇടപ്പള്ളിയും പാലാരിവട്ടവും കലൂരും കടന്ന് മറൈൻ ഡ്രൈവിലെത്തിയപ്പോൾ 3:30 ആയതേയുള്ളൂ. അവൾ അകത്തേക്ക് നടന്നു. മഴവിൽ പാലത്തിന്റെ താഴെ ഒരു മരത്തണലിലിട്ട ബെഞ്ചിലിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ചൂടുകാറ്റ് മുഖത്തടിച്ചപ്പോൾ അവൾക്ക് അസ്വസ്ഥത തോന്നി. സമയം 4-നോടടുത്തു. ഹൃദയമിടിപ്പിന്റെ ശക്തി കൂടി. അവളുടെ ഫോണിന്റെ ശബ്ദം ചിന്തകളിൽ നിന്ന് ഉണർത്തി. ഇപ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒരു സാധനം നിന്നെ ഏൽപ്പിക്കും, അത് വാങ്ങി കയ്യിൽ വെച്ചോ. അതും പറഞ്ഞ് കോൾ മുറിഞ്ഞു. അവളുടെ അടുത്തേക്ക് കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും വന്നു. അത് ജോയൽ കാണിച്ച ഫോട്ടോയിലെ പെൺകുട്ടികളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവരുടെ മുഖത്തെ പുച്ഛം നിറഞ്ഞ ചിരിയും. ഒരു കുഞ്ഞു പാക്കറ്റാണ് വല്ലിയുടെ കയ്യിൽ കൊടുത്തത്. ഷേക്ക് ഹാൻഡ് നൽകി അവർ പിരിഞ്ഞുപോയി. അത് തുറന്നു നോക്കണോ വേണ്ടയോ എന്ന ചിന്ത അവളെ മതിച്ചു. ഇനി തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാണെങ്കിലോ? വേഗം അവൾ പൊതിയഴിച്ചു. അതിൽ കുറച്ച് ജീരകമിഠായി ആയിരുന്നു. ഫോൺ റിങ് ചെയ്യുന്നത് നോക്കി ഒരു നിമിഷം നിന്നു. അവൾക്ക് ദേഷ്യം വന്നിരുന്നു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു ആദ്യം കേട്ടത്. നീ വിചാരിച്ചോ നിന്നെ പോലീസിൽ പിടിപ്പിക്കൂന്ന്? അതൊന്നും എന്റെ വഴിയല്ല. നിനക്ക് കാര്യം മനസ്സിലായി എന്ന് എനിക്കറിയാം. ഇനി മേലാൽ കിച്ചുവിന്റെ പിറകെ നടക്കരുത്. നടന്നാൽ. കോള് കട്ടായപ്പോൾ വല്ലി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എത്ര സ്ട്രോങ് ആയ പെണ്ണെന്ന് വിചാരിച്ച് അഹങ്കരിച്ചതാണ്. സ്വന്തക്കാർക്ക് എന്തെങ്കിലും വന്നാൽ ഏതൊരു പെണ്ണും പതറിപ്പോകുമല്ലോ. പക്ഷേ വല്ലി അതിജീവിക്കും. അവൾ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. തിരിച്ച് വീട്ടിലെത്തിയ വല്ലിയെ കാത്ത് ആതിര മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഫോണും. ആതിര വല്ലിയെ കണ്ട ഭാവം നടിച്ചില്ല. വല്ലി തിരിച്ചു. അന്ന് രാത്രി വല്ലി ജോയലിന്റെയും വിനുവിന്റെയും രാഖിയുടെയും സഹായത്തിൽ ദച്ചുവിനെ വീട്ടിൽ നിന്നും മാറ്റി. പ്രസാദാണ് വാതിൽ തുറന്നു കൊടുത്തത്. വിനു വല്ലിയുടെ അടുത്തു നിന്നും കാര്യങ്ങൾ തലേന്ന് തന്നെ അറിഞ്ഞിരുന്നു. അല്ലെങ്കിലും വിനു ചോദിച്ചാൽ വല്ലിക്ക് ഏറെ നേരം ഒളിച്ചു വെക്കാനാവുമായിരുന്നില്ല. പറയാത്തതുകൊണ്ട് കുറേ വഴക്കം കിട്ടി. നേരം വെളുത്തപ്പോൾ വല്ലിയെയും ദച്ചുവിനെയും കാണാനില്ലെന്നറിഞ്ഞ ആതിര സാനിയെ വിളിച്ചു. കൂടെ അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ അതിഥിയെക്കുറിച്ചും. ഉടൻ സാനിയെ വല്ലിയെ വിളിച്ചു. കിട്ടിയത് ഗോൾഡൻ ചാൻസാണ്, നഷ്ടപ്പെടുത്താൻ വയ്യല്ലോ. നീ അവളെ രക്ഷിക്കാൻ നടക്കുകയാണോ, അതോ കിച്ചുവിന്റെ മുന്നിൽ നല്ല പിള്ള ചമയാനോ? ഒന്നിനുമല്ല, എനിക്ക് ദച്ചുവിനെ വേണം, അത് മാത്രമേ ഉള്ളൂ. ശരി, എനിക്ക് നിന്നെ കിച്ചുവിൽ നിന്നും അകറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന സ്ഥലത്ത് അവളെയും കൂട്ടി വാ. എന്നിട്ട് കുറച്ച് കാര്യമുണ്ട്. നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ വരും? എനിക്ക് പറ്റില്ല. എങ്കിൽ പിന്നെ ദക്ഷിണയുടെ ജീവിതം നീ അങ്ങ് മറന്നേക്ക്. അല്ല, ഞാൻ വരാം. പക്ഷേ എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടാവും. നീ കൊണ്ടുവന്നോ? നിന്റെ കൂടെ നടക്കുന്ന ആ മറ്റവനുണ്ടല്ലോ, ജോയല്. അവന് നിന്നെ ഇഷ്ടാണല്ലേ? അവൻ മതി. ശരി, വല്ലി സമ്മതിച്ചു. അല്ലെങ്കിലും ജോയലേട്ടനല്ലേ മനസ്സിൽ കണ്ടതും. വല്ലി ജോയലിനെ വിളിച്ച് കാര്യം പറഞ്ഞു. വല്ലി, ഇത് തീക്കളിയാകരുത്. രാഖിയെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ചേച്ചി, എല്ലാം അറിഞ്ഞു വെച്ചാ ഞാൻ കളിക്കുന്നത്. എനിക്ക് ഇവൾ തന്നെയാണ് പ്രധാനം, മറ്റൊന്നും ഇപ്പോൾ എന്റെ മനസ്സിലില്ല. ജോയൽ വന്നു. സാനി മെസ്സേജ് അയച്ച സ്ഥലത്തേക്ക് അവർ യാത്ര തുടങ്ങി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ.